ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഭൂമിയുടെ ഘടനയാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് കേന്ദ്രം വരെ ഏകദേശം 6378 കിലോമീറ്റർ നീളമാണുള്ളത്. ഭൂമിയുടെ കേന്ദ്രത്തിലെ താപനില ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ താപനില ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഭൂമിയുടെ ഓരോ ഘടന നോക്കാം. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇങ്ങനെയാണ് ഭൂമിയുടെ ഘടന. ഭൂവൽക്കം, മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇങ്ങനെ. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭൂവൽക്കമാണ്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത് ഭൂവൽക്കമാണ്. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഭൂവൽക്കം. ആവറേജ് കനം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ ആണ്. ആവറേജ് അതായത് ഭൂവൽക്കത്തിൻ്റെ ഏകദേശ കനം എന്ന് പറയുന്നത് 40 കിലോമീറ്റർ. നമ്മൾ വൻകരയുടെ മാത്രം കനം നോക്കുകയാണെങ്കിൽ അത് 30 കിലോമീറ്റർ ആയിരിക്കും. വൻകരയുടെ മാത്രം ഏകദേശ കനം 30 കിലോമീറ്ററും സമുദ്രഭാഗത്തിൻ്റേത് 5 കിലോമീറ്ററുമാണ്. വൻകരയുടെ 30ഉം സമുദ്രത്തിൻ്റെ 5ഉമാണ്. ഇനി ഭൂവൽക്കത്തിൻ്റെ ഹൈറ്റ് കൂടുതലായിട്ട് ഹിമാലയൻ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഭൂവൽക്കത്തിൻ്റെ കനം ഏകദേശം 70 കിലോമീറ്ററോളം വരാറുണ്ട് കേട്ടോ. ഓക്കെ. വൻകരയെ നമ്മൾ സിയാൽ എന്നാണ് അറിയപ്പെടുന്നത്. വൻകര സിയാൽ എന്നാണ് അറിയപ്പെടുന്നത്. സിയാൽ എന്നറിയപ്പെടാൻ കാരണം വൻകര നിർമ്മിതമായത് സിലിക്കണും അലുമിനിയം കൊണ്ടിട്ടാണ്. അപ്പോൾ വൻകര ഭൂവൽക്കത്തെ നമ്മൾ സിയാൽ എന്നറിയപ്പെടും. അതിൻ്റെ ഭാഗവും സിലിക്കയും അലുമിനിയം കൊണ്ട് നിർമ്മിതമാണ്. ഇനി ഇളം നിറത്തിലുള്ള ഫെൽസിക് ശിലകൾ കൊണ്ടാണ് വൻകര നിർമ്മിതമായിട്ടുള്ളത്. ഇളം നിറത്തിലുള്ള ഫെൽസിക് ശിലകൾ കൊണ്ടാണ് വൻകര ഭൂവൽക്കം നിർമ്മിതമായിട്ടുള്ളത്. ഇനി സമുദ്ര ഭൂവൽക്കം ആണെങ്കിൽ സീമ എന്നാണ് അറിയപ്പെടുന്നത്. ഭാഗവും സിലിക്കണും മെഗ്നീഷ്യം കൊണ്ട് നിർമ്മിതമാണ്. ഭാഗവും സിലിക്കണും മെഗ്നീഷ്യം കൊണ്ട് നിർമ്മിതമാണ്. ഇരുണ്ട മാൽഫിക് ശിലകളാലാണ് സമുദ്ര അടിത്തട്ട് നിർമ്മിതമായിട്ടുള്ളത്. ഇരുണ്ട മാൽഫിക് ശിലകൾ കൊണ്ടാണ് സമുദ്ര അടിത്തട്ട് നിർമ്മിതമായിട്ടുള്ളത്. ഇനി നമുക്ക് സാന്ദ്രത നോക്കാം. സാന്ദ്രത, ഡെൻസിറ്റി. സമുദ്രത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 3 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. സമുദ്രത്തിലെ സാന്ദ്രത എന്ന് പറയുന്നത് 3 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ. കരയുടെ എന്ന് പറയുമ്പോൾ 2.7 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ. അപ്പോൾ ഭൂവൽക്കത്തിൻ്റെ സാന്ദ്രതയാണ് ഞാൻ പറഞ്ഞത്. സമുദ്രത്തിലെ ഭൂവൽക്കത്തിന് സാന്ദ്രത കൂടുതലാണ്. അത് 3 ഗ്രാമോളം ഉണ്ടാവും. കരയുടേതാണെങ്കിൽ സാന്ദ്രത കുറവ്, 2.7 ഗ്രാം പെർ ഘന സെൻറ്റിമീറ്റർ ആണ്.